ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒട്ടും കയ്പ്പ് രസമൊന്നുമില്ലാത്ത ഹെൽത്തി ഫുഡായ ഉലുവക്കഞ്ഞി പായസമാണ്. കർക്കിടക മാസത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന പായസമാണ്. ഞാൻ പറഞ്ഞ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഉലുവയാണ്. കഴുകി വൃത്തിയാക്കിയ ശേഷം നല്ല വെള്ളത്തിൽ ഉലുവ കുതിർത്തി വച്ച ശേഷം പിറ്റേന്ന് രാവിലെ എടുക്കാവുന്നതാണ്. ഇന്നലെ രാത്രി കുതിർത്തി വെച്ചതാണ്. ഇനി ഉലുവ കഴുകേണ്ട ആവശ്യമില്ല. ഇതേ വെള്ളത്തിൽ തന്നെയാണ് വേവിച്ചെടുക്കേണ്ടത്. 1/2 ഗ്ലാസ് പച്ചരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കിയ ശേഷം കുതിർത്തി വച്ച ഉലുവയുടെ വെള്ളത്തോടു കൂടി അതേ ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് വെള്ളമൊഴിച്ച് കൊടുക്കുക. ഞാൻ കുക്കറിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ പാത്രം ഇതിലേക്ക് ഇറക്കി കുക്കർ അടച്ച് 8 വിസിൽ വരുന്നതുവരെ വെക്കുക. അരി ഉലുവയും കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ കുക്കറിൽ ഡയറക്റ്റായിട്ട് വെക്കാത്തത്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 കൈപ്പിടി തേങ്ങ ചിരവിയത്, ശർക്കര, മധുരത്തിനനുസരിച്ച് ശർക്കര ചേർക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 ആണി ശർക്കരയാണ്. തേങ്ങ ചിരവിയത് കുറച്ച് വെള്ളം ചേർത്ത് തേങ്ങാപ്പാലാക്കി എടുക്കാം. 8 വിസിൽ ഇവിടെ വന്നിട്ടുണ്ട്. കുക്കറിൻ്റെ പ്രഷറെല്ലാം കളഞ്ഞ് തുറന്നു നോക്കിയപ്പോൾ ഉലുവയും പച്ചരിയും ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കര ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം തേങ്ങാപ്പാൽ ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. ഒട്ടും കയ്പ്പ് രസമൊന്നുമില്ലാത്ത ഉലുവ പായസം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. കുട്ടികൾക്ക് വരെ ഇത് ഇഷ്ടമാകും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.